ഉടുമ്പൻചോലയിലെ നിയുക്ത MLA സേനാപതി വേണുവാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. MM മണി തുടർച്ചയായി വിജയിച്ച അതിനു മുന്നേ KK ശൈലജേന്ദ്രൻ മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു ഉടുമ്പൻചോല. പക്ഷേ ഇത്തവണ നറുക്ക് വീണിരിക്കുന്നത് UDF-നാണ്. വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം തിരികെ പിടിക്കുകയാണ് സേനാപതി വേണുവിലൂടെ. ഒന്നിപ്പിഴച്ചാൽ സാധാരണ 3 എന്നൊക്കെയാണ് പറയാറ്. എന്തായാലും ഇത്തവണത്തെ വിജയത്തെ എങ്ങനെയാണ് സേനാപതി വേണു കാണുന്നത്? ഒന്ന്, കേരളത്തിലെ എല്ലാ സർവേകളും എഴുതിത്തള്ളിയ ഒരാളാണ് സേനാപതി വേണു. നടന്ന ഒരു സർവേയിൽ 1-2 സർവേക്കാർ മാത്രമാണ് ഉടുമ്പൻചോലയിൽ UDF-നൊരു വിജയ പ്രതീക്ഷ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് വരെ നടന്ന സർവേകളിൽ എല്ലാം പറഞ്ഞത് ഉടുമ്പൻചോല അസംബ്ലി നിയോജകമണ്ഡലം ഒരു കാരണവശാലും UDF ജയിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് സർവേ നടത്തിയവരാരും ഉടുമ്പൻചോലയിൽ വന്ന് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി പഠിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 38,305 വോട്ടിന് MM മണി ജയിച്ച മണ്ഡലം, 25 കൊല്ലമായിട്ട് CPM-ൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം. അതുകൊണ്ട് CPM തന്നെ വിജയിക്കുമെന്നുള്ളൊരു പ്രവചനമാണ് സർവേക്കാർ മുഴുവൻ നടത്തിയത്. ഞാൻ 2016 തെരഞ്ഞെടുപ്പിൽ 1109 വോട്ടിനാണ് തോക്കുന്നത്. പക്ഷേ എനിക്ക് അവിടുത്തെ ജനങ്ങളുടെ പൾസ് അറിയാമായിരുന്നു. 2021 ഞാൻ മത്സരിച്ചില്ല, പ്രത്യേക കാരണങ്ങളാണ്. പക്ഷേ 10 കൊല്ലക്കാലം ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അവരോടൊപ്പം. ഞാൻ പോകാത്ത ഒരു മരണവീടില്ല, ഞാൻ ക്ഷണിച്ചിട്ട് പോകാത്ത ഒരു കല്യാണ വീടില്ല, ഞാൻ ആ നാട്ടിൽ നടന്നിട്ടുള്ള പൊതു ഫംഗ്ഷനിൽ പങ്കെടുക്കാത്ത ഒരു പരിപാടിയും അവിടെ ഇല്ല എന്നുള്ള. കഴിഞ്ഞ 10 കൊല്ലം എൻ്റെ വാഹനം ഓടിയതിൻ്റെ അതിൻ്റെ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതാണ്ടൊരു 1.5 ലക്ഷം കിലോമീറ്ററിലധികം ഈ മണ്ഡലത്തിൽ മാത്രം ഞാൻ ഓടി എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്കൊപ്പം ഞാൻ നിന്നതിൽ ജനങ്ങൾ എന്നോട് കാണിച്ച ആ വിശ്വാസമാണ് എനിക്ക് ഈ അഭൂതപൂർവമായ വിജയം. 38,000-ൽ നിന്ന് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഭൂരിപക്ഷം 12,000-ആയി. ഞാനതൊരു 22,000 അത് കടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ വിജയത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും, കാരണം 38,305 വോട്ട് MM മണിക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ മാർക്സിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഈ ഭൂരിപക്ഷം കിട്ടുമ്പോൾ കോൺഗ്രസ്സുകാരും UDF-കാരും മാത്രമല്ല LDF-കാരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് രാഷ്ട്രീയമാണ്. ഞാൻ ഈ വിജയം അത് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ പരമാവധി അത് നിസ്വാർത്ഥമായി ചെയ്യും എന്ന് ഞാൻ അവർക്ക് ഉറപ്പ് നൽകുകയാണ്. എൻ്റെ 45 വർഷക്കാലം നീണ്ടുനിന്ന പൊതുപ്രവർത്തനത്തിന് ഉടുമ്പൻചോലയിലെ ജനങ്ങൾ നൽകിയ അംഗീകാരം, ആ അംഗീകാരത്തിന് മുമ്പിൽ ഞാൻ വിനയാന്വിതനാകുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, സർവേകൾ നടത്തുമ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി കൂടി ഒന്ന് പഠിച്ചതിന് ശേഷം ആരെങ്കിലും വ്യക്തികളെ അവരെ തീരെ അങ്ങ് എസ്റ്റിമേറ്റ് ചെയ്യാതെ ഇന്നയാൾ ജയിക്കും അതെ വെറുതെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ അവരെ കൂടി ഗ്രൗണ്ട് റിയാലിറ്റി പഠിച്ച ചില ചാനലുകൾ അവരത് കൃത്യമായിട്ട് പ്രവചിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഉടുമ്പൻചോലയിലെ പ്രവചനം എത്രമാത്രം പിഴച്ചുപോയി എന്നുള്ളത് കൂടി കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ അതുകൂടി പരിശോധിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും ഉടുമ്പൻചോലയിലെ നിയുക്ത MLA ആയിട്ടുള്ള സേനാപതി വേണുവാണ് നമ്മളോട് സംസാരിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ സേനാപതി വേണു തോൽക്കും എന്നതായിരുന്നു പറഞ്ഞിരുന്നപ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള വലിയ ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുക, അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.